പതിവിലും കൂടുതൽ തിരക്കായിരുന്നു ടൗണിൽ. ബസ് സ്റ്റോപ്പിന്റെ ഇടതുവശത്തുള്ള തട്ടുകടയ്ക്ക് മുൻപിൽ വലിച്ചു കെട്ടിയ ടാർപ്പായിക്ക് ചുവട്ടിൽ ചായയും കുടിച്ച് പുറത്ത് പെയ്യുന്ന കനത്ത മഴയും നോക്കി നിൽക്കുകയായിരുന്നു ശ്രീരാഗ്. ബസ് സ്റ്റോപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല. പണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു വീണതിൽ പിന്നെ അവിടെയും ഇവിടെയും ഒക്കെയായി ആളുകൾ നിൽക്കും. മഴയത്താണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു ചായ കൂടി എടുക്കണോ ശ്രീരാഗേ? തട്ടുകടക്കാരൻ വാസുവേട്ടൻ ചോദിച്ചു. വേണ്ട വാസുവേട്ട, ഇപ്പൊ ഒരെണ്ണം കുടിച്ചതല്ലേയുള്ളൂ. ഈ മഴയൊന്ന് തോർന്നാൽ ഞാൻ പോകും. ശ്രീരാഗ് പുറത്തെ മഴയിലേക്ക് നോക്കി പറഞ്ഞു. കൃത്യം ആ സമയത്താണ് ഒരു കുടയും ചൂടി ഓടിപ്പിടഞ്ഞ് അവൾ ടാർപ്പായിക്ക് ചുവട്ടിലേക്ക് കയറി നിന്നത്. ആകെ വെപ്രാളപ്പെട്ട് നനഞ്ഞ കുട മടക്കി വെക്കുന്നതിനിടയിൽ അവളുടെ കയ്യിലിരുന്ന ഫയൽ നിലത്തേക്ക് വീണു. അതിനുള്ളിലേക്ക് വെള്ളം കയറാൻ പോയതും ശ്രീരാഗ് വേഗം അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. താങ്ക്സ്, കടലാസൊന്നും നനഞ്ഞില്ലെന്ന് തോന്നുന്നു. അവൾ നേർത്തൊരു ചിരിയോടെ അവനോട് പറഞ്ഞുകൊണ്ട് ഫയലിലേക്ക് നോക്കി. ഏയ്, ഇതിന്റെ പുറംഭാഗം മാത്രമല്ലേ നനഞ്ഞിട്ടുള്ളൂ, ഉള്ളിലെ പേപ്പറൊക്കെ സേഫാണ്. ശ്രീരാഗും നേർത്തൊരു ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. ഇടയ്ക്ക് അവിടെയും ഇവിടെയും വെച്ചൊക്കെ അവളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവൻ അവളെ അത്രയും അടുത്തുനിന്ന് കാണുന്നത്. ഞാൻ പാർവണ, ഇവിടെ അടുത്തുള്ള PK എക്സ്പോർട്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഫയൽ ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾ മെല്ലെ അവളെ പരിചയപ്പെടുത്തി. ഞാൻ ശ്രീരാഗ്, ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ശ്രീരാഗും അവനെ പരിചയപ്പെടുത്തി. അപ്പോഴേക്കും മഴയുടെ ശക്തി കുറച്ചുകൂടി കൂടിയിരുന്നു. ഇടിവെട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പാർവണ അറിയാതെ ഒന്ന് പിന്നോട്ട് നിന്നുപോയി. അതുകണ്ട് ശ്രീരാഗ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ തട്ടുകടയിലെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ കാണുന്ന വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി നിന്നുപോയി. എന്തോ വല്ലാത്തൊരു ഭംഗി അവൾക്കുണ്ടെന്ന് അവന് തോന്നി. അവന്റെ ചുണ്ടിൽ അവൻ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ സമയം. ഇത് ഇപ്പോ ഒന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല, അവൻ പറഞ്ഞു. എന്താ? അവൾ ചോദിച്ചു. മഴയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. തട്ടുകടയുടെ മേൽക്കൂരയിൽ വീഴുന്ന മഴത്തുള്ളികളുടെ മുഴക്കമുള്ള ശബ്ദം കാരണം രണ്ടുപേരും പരസ്പരം പറയുന്നതൊന്നും കേൾക്കാതെ അവർ കുറച്ചുകൂടി അടുത്തു നിന്നു. എന്തായാലും ഈ മഴ പെട്ടെന്നൊന്നും തോരുമെന്ന് തോന്നുന്നില്ലെന്ന്. നേരത്തെ ഇത്ര മഴ ഉണ്ടായിരുന്നില്ല, ഇതിപ്പോ കൂടി വരികയാണ്, അവൻ കുറച്ചുകൂടി ശബ്ദത്തിൽ പറഞ്ഞു. ശരിയാ, ഇനിയിപ്പോ എന്തു ചെയ്യും? നേരം വൈകുന്നു. പാർവണ ആദിയോടെ റോഡിലേക്ക് നോക്കി ചോദിച്ചു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു പേടിയും വെപ്രാളവും നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. വീട് ഇവിടെ അടുത്താണോ? വീട്ടിലേക്ക് വിളിച്ചാൽ ആരെങ്കിലും വരാനുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, എന്റെ വീട് പാലക്കാടാണ്. ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവൾ പതിയെ പറഞ്ഞു. പാർവണയ്ക്ക് പോകാൻ ധൃതിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. ഏയ്, അങ്ങനെ തിരക്കൊന്നുമില്ല. 8 മണിക്ക് മുൻപ് കയറിയാൽ മതി. പിന്നെ ഓട്ടോയ്ക്ക് പോയാൽ ശരിയാവില്ല. വേറൊന്നുമല്ല, പൈസയ്ക്ക് നല്ല വിലയാണേ. അവളൊരു ചിരിയോടെ പറഞ്ഞതും അവനും ഒന്ന് ചിരിച്ചുപോയി. അല്ല, ഇയാൾക്ക് പോകണ്ടേ? ഇവിടെ അടുത്താണോ വീട്? അവൾ ചോദിച്ചു. ഒരു 1/2 മണിക്കൂർ. ബൈക്കുണ്ട്, പക്ഷേ മഴയത്ത് പോകുന്നത് ആലോചിക്കുമ്പോഴാ. എന്തായാലും സമയമുണ്ടല്ലോ, തോർന്നിട്ട് പോകാം, അവൻ പറഞ്ഞു. പാർവണ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും അവൾക്ക് പോകാനുള്ള ബസ് വന്നു നിർത്തിയിരുന്നു. ബസ് വന്നു. എന്നാ ശരി, ഞാൻ പോട്ടെ, അവൾ പറഞ്ഞതും അവൻ തലയാട്ടി. അവൾ ഓടി ബസ്സിലേക്ക് കയറിപ്പോകുന്നത് അവൻ അങ്ങനെ നോക്കി നിന്നു. അവൾ പോയി കഴിഞ്ഞതും എന്തോ ഒരു ഒറ്റപ്പെടൽ അവന് തോന്നി. പെട്ടെന്ന് തനിച്ചായി പോയതുപോലെ അവന് തന്നെ അതിശയം തോന്നി. വളരെ കുറച്ചു സമയം മാത്രം തന്നോട് സംസാരിച്ചിരുന്ന പെൺകുട്ടി പോയപ്പോൾ തനിക്കെന്തിനാണ് ഇത്ര വലിയ ഒറ്റപ്പെടൽ തോന്നുന്നതെന്ന്. ശരി വാസുവേട്ട, മഴ കുറവുണ്ട്, ഇനിയും നിന്നാൽ ശരിയാവില്ല, ഞാൻ പോവുകയാണേ. മഴയ്ക്ക് കുറച്ചൊരു കുറവ് വന്നതും വാസുവേട്ടനോട് പറഞ്ഞ് അവനും വണ്ടിയെടുത്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും അവർ തമ്മിൽ കണ്ടിരുന്നില്ല. മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈകുന്നേരം വാസുവേട്ടന്റെ കടയിൽ നിന്നൊരു ചായ കുടിക്കുന്നത് ശ്രീരാഗിന് പതിവായിരുന്നു. അപ്പോഴെല്ലാം അവൻ അവിടെ എവിടെയെങ്കിലും അവൾ ഉണ്ടോ എന്ന് നോക്കും.
ഇന്നെങ്കിലും അവളെ കാണും, അല്ലെങ്കിൽ അവളെ കാണണേ എന്നൊരു പ്രതീക്ഷ എന്തിനോ അവന്റെ ഉള്ളിൽ നിറയുമായിരുന്നു. പക്ഷേ ഫലം നിരാശയായിരുന്നു. വീണ്ടും ഒരു ദിവസം വൈകുന്നേരം. അന്ന് വൈകുന്നേരവും മഴയുണ്ടായിരുന്നു. ശ്രീരാഗ് വാസുവേട്ടന്റെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ട് പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്കൊരു പെൺകുട്ടി വന്ന് ഓടിക്കയറിയത്. ആ വന്നവളെ കണ്ട് ശ്രീരാഗിന്റെ ഹൃദയം ഒന്ന് എന്തിനോ തുടിച്ചു. ഹായ്. അവൾ അവനരികിൽ വന്ന് ഹായ് പറഞ്ഞപ്പോഴാണ് ശ്രീരാഗ് ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. അതുവരെയും അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവളെയൊന്ന് നോക്കി ചിരിച്ചു. ഇന്നും മഴയത്ത് കുടുങ്ങിയോ? അവളൊരു ചിരിയോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയല്ല. മഴ ഉണ്ടേലും ഇല്ലേലും വൈകിട്ട് ഇവിടുന്നൊരു ചായ അത് പതിവുള്ളതാ, അവൻ പറഞ്ഞു. ആണോ? എന്നിട്ട് ഞാൻ കാണാറില്ലല്ലോ. ഞാനിടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞതും അവന്റെ ഉള്ളിൽ എന്തോ ഒരു തണുപ്പ്. ആരെ? എന്നെയോ? അവൻ ചോദിച്ചു പോയി. അവൾ അതേ എന്ന് തലയാട്ടി. എന്തിന്? അത് ചോദിക്കുമ്പോൾ അവന്റെ ഹൃദയം ഒന്ന് പിടച്ചുവോ? ഒന്നിനുമല്ല, ചുമ്മാ, അവൾ പതിയെ പറഞ്ഞു. പറയുമ്പോൾ അവളുടെ മുഖത്തൊരു നാണം കലർന്നിരുന്നു. ഏയ് ഇല്ല, തനിക്ക് തോന്നിയതാവും, അവൻ കരുതി. ഒരു ചായ പറയാം അല്ലേ? അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ചെന്ന് വാസുവേട്ടനോട് ചായക്ക് പറഞ്ഞു. അധികം വൈകാതെ ഒരു ചായയും കൊണ്ട് അവൻ അവൾക്കരികിലേക്ക് വന്നു. അതവൻ അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ്. അവൾ അത് കയ്യിൽ വാങ്ങി. പിന്നെ എങ്ങനെയുണ്ട് തന്റെ ജോലിയൊക്കെ? അവൻ ചോദിച്ചു. അവർ തമ്മിലുള്ള സംസാരം പതിയെ നീണ്ടുപോയി. ഒരുപാട് അടുപ്പമുള്ള സുഹൃത്തുക്കളെപ്പോലെ അവർ സംസാരിച്ചു. ഇയാളുടെ ചായയുടെ പൈസ കൊടുത്തില്ലല്ലോ, ഞാൻ കൊടുക്കാം. ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ പൈസ കൊടുക്കാൻ പോയതും അവൻ തടഞ്ഞു. ഏയ് വേണ്ട, ഇത് ഞാൻ കൊടുക്കാം. അടുത്ത പ്രാവശ്യം താൻ കൊടുത്തോ, പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കൂടി വാങ്ങി. പിന്നെ ചെന്ന് ഗ്ലാസും പൈസയും കൊടുത്ത് തിരികെ വന്നു. ഇനി എപ്പോഴാ കാണുക? അവൻ ചോദിച്ചു. കാണാം, ഇതുപോലെയൊക്കെ, അവളൊരു നേർത്ത ചിരിയോടെ പറഞ്ഞതും അവനൊന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. മനസ്സ് ഒട്ടും പിടിച്ചിട്ട് കിട്ടാത്തതുപോലെ. ഇനി എപ്പോഴായിരിക്കും കാണുക? അതോ ഇനി കാണില്ലേ? ഇതുപോലെ ഇനിയും ഒത്തിരി കാത്തിരിക്കേണ്ടി വരുമോ? ആലോചിക്കുമ്പോൾ അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എടോ, അത് തന്റെ നമ്പർ ഒന്ന് തരുമോ? വേറൊന്നുമല്ല, ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലോ? അവനൊരു വല്ലായ്മയോടെ ചോദിച്ചതും അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൻ അവളുടെ നമ്പറിലേക്ക് അപ്പോൾ തന്നെ ഒരു മിസ് കോൾ അടിച്ചു. അതാണ് എന്റെ നമ്പർ, താൻ സേവ് ചെയ്തു വെച്ചോ, അവൻ പറഞ്ഞതും അവൾ അവന്റെ നമ്പർ സേവ് ചെയ്തു വെച്ചു. അങ്ങനെ കാണാതെ ആവുകയൊന്നുമില്ല, ഒരു കടം ബാക്കിയില്ലേ? അവൾ പതിയെ പറഞ്ഞു. അവന് അവൾ പറഞ്ഞത് മനസ്സിലായില്ല. അവന്റെ പുരികമൊന്ന് ചുളിഞ്ഞു. അല്ല, ചായയുടെ കടം അടുത്ത തവണ ഞാൻ വാങ്ങിത്തരേണ്ടതല്ലേ? അവൾ പറഞ്ഞു. ഓ അങ്ങനെ, പറഞ്ഞുകൊണ്ട് അവനൊന്ന് ചിരിച്ചു. കുറച്ചു സമയം കൂടി സംസാരിച്ചു നിന്നതും ബസ് വന്നിരുന്നു. അവൾ അവനെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറിയ ശേഷവും അവൾ അവനെ നോക്കി ഒന്ന് തലയാട്ടി. അവന്റെ മനസ്സ് നിറഞ്ഞു. ഉള്ളിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു തരം വികാരം ഉടലെടുക്കുന്നത് അവൻ അറിഞ്ഞു. അതിന് പ്രണയമെന്ന പേരിടാനായിരുന്നു അവനിഷ്ടം. പേര് മാത്രം അറിയുന്ന ഒരു പെൺകുട്ടി, ഒരു മഴയത്ത് ഓടിക്കയറി വന്നവൾ. ആ അവളോട് തനിക്ക് പ്രണയം. ആലോചിക്കുമ്പോൾ തന്നെ അവന് ചിരി പൊട്ടി. അന്ന് രാത്രി അവന് ഉറക്കമുണ്ടായിരുന്നില്ല. ഉറക്കം വരാത്തതുപോലെ എന്തോ ഒരു പ്രത്യേകത. അവൻ അവളോട് സംസാരിക്കണമെന്ന് തോന്നി. മെസ്സേജ് അയച്ചാലോ? ഒത്തിരി തവണ അവൻ അവളുടെ വാട്സാപ്പ് എടുത്തു നോക്കി. ആള് നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അവളുടെ DP കാണാം. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പാടത്ത് വെച്ചെടുത്തൊരു ഫോട്ടോ ആണ്. പാലക്കാടാണ് സ്ഥലമെന്ന് പറഞ്ഞിരുന്നല്ലോ. നാട്ടിൽ നിന്നും എടുത്ത ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോയിൽ അവൾ ഒത്തിരി സുന്ദരി ആയിരിക്കുന്നത് പോലെ അവന് തോന്നി. മെസ്സേജ് അയക്കണമെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഒന്ന് അതിന് തടസ്സം നിൽക്കുന്നു, തന്നെ പിന്നോട്ട് വലിക്കുന്നത് പോലെ. ഇന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു ചെറിയ പേടിയും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാതെയിരുന്നില്ല.
ആള് ഓൺലൈനിലുണ്ട്. അവൻ അതിലേക്ക് തന്നെ അല്പം നേരം നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ ഓൺലൈനിൽ നിന്നും ഇറങ്ങിപ്പോയി. അവനിൽ എന്തോ ഒരു നിരാശ നിറഞ്ഞു. എത്രയും വേഗം നാളെ വൈകുന്നേരം ആയാൽ മതിയായിരുന്നു. അവൻ അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കുറച്ചു നേരം അവളുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ കട്ടിലിലേക്ക് കിടന്നു. അപ്പോഴേക്കും അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടു. എന്തോ ഒരു പ്രതീക്ഷയിൽ അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. പ്രതീക്ഷിച്ച ആളുടെ മെസ്സേജ് അല്ല, ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതാണ്. അവൻ അത് എടുത്തു നോക്കി. ചെക്കന്മാരെല്ലാം ഉണ്ട്. നേർത്തൊരു ചിരിയോടെ അവൻ അവരിൽ ഒരാളായി. പിറ്റേന്ന് ഓഫീസ് തിരക്കുകൾക്കിടയിലും ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചിന്തകളിൽ പാർവണയെത്തി. വൈകുന്നേരമാവാൻ വേണ്ടി അവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കി. അന്ന് വൈകുന്നേരവും അവർ തമ്മിൽ കണ്ടുമുട്ടി. വാസുവേട്ടന്റെ തട്ടുകടയിൽ വെച്ച് തന്നെ. തലേന്നത്തേതുപോലെ ചായയും കുടിച്ചു. ശ്രീരാഗ് ഒത്തിരി തവണ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ തന്നെയാണ് അന്ന് ചായയുടെ പൈസ കൊടുത്തത്. എന്താ, കടം തീർക്കുകയാണോ? അവൻ ചെറിയൊരു പരിഭവത്തോടെ തന്നെ ചോദിച്ചു. ഏയ്, അടുത്തതിൽ ഇയാൾ തന്നെ കൊടുത്തോ? അവൾ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. എടോ, അത് തനിക്കെത്ര വയസ്സായി? കുറച്ചു കഴിഞ്ഞതും അവൻ ചോദിച്ചു. എന്തേ? ഏയ്, ഒന്നുമില്ല. താൻ ഇങ്ങനെ ഇയാള് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു അടുപ്പമില്ലാത്തതുപോലെ. അവൻ പറഞ്ഞു. ഓ സോറി, അത് എനിക്ക് എന്താണ് വിളിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. അവളൊരു വെല്ലായ്മയോടെ പറഞ്ഞു. മനസ്സിലായി. എനിക്ക് 22. ഇയാൾക്കോ? സോറി, ശ്രീക്കോ? അവൾ പറഞ്ഞതു കേട്ട് അവനൊന്ന് ചിരിച്ചു. എനിക്ക് 25 അപ്പോൾ ഞാൻ തന്നേക്കാളും മൂത്തതാണ്. അപ്പോൾ ഏട്ടാന്ന് വിളിക്കാം. പിന്നെ നേരത്തെ ശ്രീ എന്നല്ലേ വിളിച്ചേ? അപ്പോ ശ്രീ കൂട്ടി തന്നെ ഏട്ടായെന്ന് വിളിച്ചോ? അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. അങ്ങനെ അവൻ അവൾക്ക് അവളുടെ ശ്രീയേട്ടനും അവൾ അവന് അവന്റെ പാറുവുമായി. ദിവസങ്ങൾ വീണ്ടും മുൻപോട്ട് കടന്നുപോയി. അവർ തമ്മിൽ എന്നും വൈകിട്ട് കാണും, സംസാരിക്കും, ചായ കുടിക്കും. എന്നിട്ടും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും മറ്റും മെസ്സേജിലൂടെയും ഫോൺ വിളികളിലൂടെയും പറഞ്ഞു. അവർ ശരിക്കും അടുത്തു തുടങ്ങി. ഓഫീസ് ജോലിയിലെ തിരക്കുകളും മറ്റുമായി അവർ രണ്ടുപേരും അവരവരുടെ ജീവിതത്തിൽ ബിസിയായി. എങ്കിലും എത്ര വൈകിയാലും രാത്രിയിൽ കുറച്ചുനേരം വാട്സാപ്പിൽ സംസാരിക്കുന്നത് അവരുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ജോലി കഴിഞ്ഞുള്ള ക്ഷീണത്തിനിടയിലും ശ്രീരാഗിന് ഇപ്പോൾ ഏറ്റവും ആശ്വാസം നൽകുന്നത് പാർവണയുടെ ആ മെസ്സേജുകളായിരുന്നു. അവൻ അത്രയേറെ അവളിലേക്ക് അടുത്തിരുന്നു. ഒരു ബുധനാഴ്ച വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ശ്രീരാഗ് പാർവണയെ ഫോണിൽ വിളിച്ചു. പാറു, ഇറങ്ങിയോ? അവൾ കോളെടുത്തതും അവൻ ചോദിച്ചു. ഇല്ല ശ്രീയേട്ട, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാം. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. അവൾ ഫോൺ വെച്ചതും അവൻ ആ ഫോണിലേക്ക് തന്നെയൊന്ന് നോക്കി നിന്നു. അവളുടെ സംസാരത്തിലാകെ വെപ്രാളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. എന്തോ പ്രശ്നമുണ്ട് അവന് തോന്നി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അവളുടെ വിളി വന്നില്ല. അവനാകെ വെപ്രാളമായി. അവൻ ഒന്നുകൂടി വിളിച്ചു നോക്കാൻ പോകുമ്പോഴാണ് അവളുടെ കോൾ വന്നത്. അവൻ വേഗം കോൾ എടുത്തു. എന്താ പാറു, എന്താ പ്രശ്നം? അവൻ ചോദിച്ചു. തന്റെ ശബ്ദമൊന്ന് മാറിയാൽ പോലും അവന് മനസ്സിലാകും. അവൾക്കെന്തോ അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി. ശ്രീയേട്ട, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിലാണ്. കേട്ടപ്പോൾ മുതൽ എനിക്ക് പേടിയാവുക. ഞാൻ സാറിന്റെ കൈയും കാലും പിടിച്ച് 3-4 ദിവസത്തേക്ക് ലീവ് ഒപ്പിച്ചു. ദേ ഇപ്പോ ഓഫീസിൽ നിന്നിറങ്ങും. മുറിയിൽ ചെന്ന് ഡ്രസ്സും മറ്റുമെടുത്ത് ഇപ്പോ തന്നെ ഞാൻ വീട്ടിലേക്ക് പോവുക. ഇനി അവിടെ എത്താതെ എനിക്കൊരു സമാധാനവുമില്ല. എന്റെ അച്ഛന് ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. പറയുമ്പോൾ വെപ്രാളവും ആദിയും കൊണ്ട് അവളാകെ തളർന്നു പോയതുപോലെ അവന് തോന്നി. ഇപ്പോൾ ലേറ്റ് ആയില്ലേ? ഒരു കാര്യം ചെയ്യാം, ഒറ്റയ്ക്ക് പോവണ്ട. തനിച്ചു വിട്ടാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല. ഞാനും വരാം. ഞാൻ ഹോസ്റ്റലിൽ വന്ന് പിക്ക് ചെയ്യാം, അവൻ പറഞ്ഞു. അതുകേട്ട് അവളുടെ കണ്ണു നിറഞ്ഞു. ശ്രീയേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ലീവ് കിട്ടുമോ? വീട്ടിലെന്ത് പറയും? അവൾ ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ റൂമിൽ എത്തിയിട്ട് വിളിക്ക്. അല്ലേൽ ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. അവൾ പറഞ്ഞതും അവൻ ശരിയെന്നും പറഞ്ഞ് ഫോൺ വെച്ചു.
പാലക്കാടേക്കുള്ള KSRTC ബസ്സിൽ അവർ രണ്ടുപേരും കയറിയിരുന്നു. 2 പേർക്കുള്ള സീറ്റിലാണ് അവർ ഇരുന്നിരുന്നത്. അവൾ വിൻഡോ സീറ്റിലും, അവൻ അവൾക്കരികിലും. അപ്പോഴേക്കും പുറത്താകെ ഇരുട്ട് പരന്നിരുന്നു. വണ്ടി മുൻപോട്ടെടുത്തതും അവൾ പതിയെ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു. അച്ഛനൊന്നും പറ്റല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു അവളുടെ ഉള്ളിലാകെ ആ സമയം. കുറച്ചേറെ സമയം കഴിഞ്ഞതും അവൾ കണ്ണു തുറന്നു. എന്തോ ഓർത്തതുപോലെ അവൾ പെട്ടെന്ന് തനിക്കരികിൽ ഇരിക്കുന്നവനെ നോക്കി. കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുകയാണ് അവൻ. നന്നേ ക്ഷീണിച്ചിട്ടുണ്ട് അവൻ. ഓഫീസിലെ ജോലി കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അവനെന്ന് അവൾക്കറിയാം. അതിനിടയിലാണ് ഇതും കൂടി. തനിക്ക് വേണ്ടിയാണ്, തന്നെ ഓർത്താണ് അവൻ അവന്റെ ക്ഷീണം പോലും മറന്ന് തന്റെ കൂടെ വരുന്നതെന്ന് അവൾക്ക് തോന്നി. അത്രയും ഇഷ്ടമാണ് തന്നെ. പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അറിയാം തങ്ങൾക്കിരുവർക്കും ഇഷ്ടമാണെന്ന്. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. കുറച്ചു കഴിഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങി. ഞെട്ടി ഉണർന്ന ശ്രീ വേഗം ഷട്ടർ താഴ്ത്താൻ പോകുമ്പോഴേക്കും അവൾ ഷട്ടർ താഴ്ത്തിയിരുന്നു. പേടിക്കണ്ട, അച്ഛനൊന്നും വരില്ല. ക്ഷീണം തോന്നുന്നുണ്ടേൽ ഉറങ്ങിക്കോ, ഞാനില്ലേ കൂടെ. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചതേയുള്ളൂ. അവൾക്കെന്തോ അവനോട് ഒത്തിരി സ്നേഹവും നന്ദിയും തോന്നി. എന്തോ ഓർത്ത അവൾ പതിയെ അവന്റെ കൈയിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചു. അവളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം. അതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടിയിരുന്നു. അവൻ അവളെ നോക്കുമ്പോൾ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. നിഷ്കളങ്കമായ അവളുടെ മുഖം. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ അവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടി ഒതുക്കി വെച്ച് ആ നെറ്റിത്തടത്തിൽ കവിൾ ചേർത്ത് വെച്ചു. അതറിഞ്ഞതുപോലെ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു. ഇങ്ങനെയൊന്നും ഇരിക്കല്ലേ പെണ്ണേ, അല്ലെങ്കിലേ ഒരു വിധത്തിൽ അടക്കി പിടിച്ചു വെച്ചേക്കുന്നതാണ്. അതെല്ലാം കൂടി പുറത്തേക്ക് വന്നാൽ എന്റെ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അവളോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളമാകെ വിങ്ങിപ്പൊട്ടുന്നത് അറിഞ്ഞ് അവൻ മനസ്സിൽ പറഞ്ഞു. ശ്രീയേട്ടാ, താങ്ക്സ്. അവൾ പതിയെ അവന്റെ തോളിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ വേഗം അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് അരുതെന്ന് തലയാട്ടി. അവന്റെ വിരൽ സ്പർശം ചുണ്ടിൽ അറിഞ്ഞതും അവൾ ആകെ വിളറി വെളുത്തു. അവളിലെ മാറ്റം അവനും അറിയുന്നുണ്ടായിരുന്നു. അവൻ വേഗം അവളുടെ ചുണ്ടിൽ നിന്നും വിരലെടുത്തു മാറ്റി. പിന്നെ എന്തോ ഒരു ഉൾപ്രേരണയിൽ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. താങ്ക്സ്. അങ്ങനെയൊരു കാര്യം നമ്മുടെ ഇടയിൽ വേണോ പാറു? വേണ്ട. താങ്ക്സ് പറഞ്ഞ് എന്നെ നീ ആരുമല്ലാതാക്കി കളയരുത്. അവൻ പറഞ്ഞതും അവൾ ഒന്നും പറയാതെ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. പിന്നെ നാട്ടിലേക്കുള്ള ബസ് ആയതുകൊണ്ട് തന്നെ അറിയുന്ന ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി അവൻ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈ എടുത്തു മാറ്റി നേരെയിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ വിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ചിരുന്നു. ഏകദേശം 3.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബസ് പാലക്കാട് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ മഴ ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. പാറു, ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്? ബസ്സിൽ നിന്നും ഇറങ്ങിയതും ശ്രീ ചോദിച്ചു. ആ, ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകാം. അവൾ പറഞ്ഞതും അവൻ അവളുടെ കൈയും പിടിച്ച് അടുത്ത് കണ്ടൊരു കടയിലേക്ക് നടന്നു. ശ്രീയേട്ടാ, എനിക്കൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ കണ്ടാലേ സമാധാനം കിട്ടൂ. ഞാൻ ഇവിടെ നിൽക്കാം. ശ്രീയേട്ടൻ ചെന്ന് എന്തേലും കഴിച്ചിട്ട് വാ. അവൾ പറഞ്ഞതും അവൻ അവളെയൊന്ന് തറപ്പിച്ചു നോക്കി. നീ കഴിക്കാതെ ഞാൻ പോയി കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പാറു? പിന്നെ അവിടെ ചെന്ന് ഉഷാറായി നിൽക്കണേൽ ആരോഗ്യം വേണം. ഒന്നും കഴിക്കാതെ ഇരുന്നാൽ തലവേദന വരും. പോരാത്തതിന് ഇവിടം വരെ യാത്രയും ചെയ്തില്ലേ? വൊമിറ്റിംഗ് വന്നാൽ നിൽക്കില്ലാട്ടോ. പിന്നെ അമ്മ പറഞ്ഞില്ലേ അച്ഛന് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ലെന്ന്? പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവളെയും കൂട്ടി കടയിലേക്ക് കയറി. വിശപ്പിന് മാത്രം ചെറുതായി ഭക്ഷണം കഴിച്ച ശേഷം അവർ അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു മുൻപ് അമ്മ വിളിച്ചപ്പോൾ അച്ഛന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും പേടിക്കേണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോഴാണ് അവൾക്ക് കുറച്ചൊരു ആശ്വാസം വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ നിർബന്ധിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചതുപോലും. എങ്കിലും അവൾ ഇപ്പോൾ വരുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ അമ്മ പേടിക്കും. കൂടെ ആളുണ്ടെന്ന് അറിഞ്ഞാൽ അതിലും പേടിയാകും.
ആരാണ് വരുന്നത്, വരുന്ന ആള് നല്ലതായിരിക്കുമോ അല്ലയോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കും. അതുകൊണ്ട് തന്നെ അവൾ വരുന്ന കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ല. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അമ്മയെ വിളിച്ചു നോക്കി നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് ചെന്നത്. അവളെ അവിടെ കണ്ടതും അവർ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ ആ ഞെട്ടലിനപ്പുറം അവർക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. സ്നേഹിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ രണ്ടു വീട്ടുകാരും ഇപ്പോഴും സ്നേഹത്തിലല്ല. എല്ലാത്തിനും ഒറ്റയ്ക്കോടിയും നിന്നും അവരാകെ തളർന്നു പോയിരുന്നു. വീടിനടുത്തുള്ള സുശീലേച്ചിയും ഭർത്താവും കുറച്ചു നേരം വരെ ഇവിടെയുണ്ടായിരുന്നു. അവർക്കും 2 പെൺകുട്ടികളാണ്. രാത്രിയാവാൻ ആയപ്പോഴാണ് പോയത്. എങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണ്. കഷ്ടപ്പെടുമ്പോൾ സഹായത്തിന് ദൈവം തന്നെയാണ് ഇതുപോലെയുള്ള ആളുകളുടെ രൂപത്തിൽ വരുന്നതും. അമ്മേ, അച്ഛൻ എന്തു പറ്റി? ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ആദിയോടെ അമ്മയ്ക്കരികിൽ ചെന്ന് അവരുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല മോളെ, അമ്മ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. ചിലപ്പോ നാളെ വീട്ടിലേക്ക് പോകാൻ പറ്റും. നോക്കിയിട്ട് പറയാമെന്ന ഡോക്ടർ പറഞ്ഞേ. മോളെന്തിനാ രാത്രി ഒറ്റയ്ക്ക് വന്നേ? പേടിയാവില്ലേ? പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ അവൾക്ക് പിറകിൽ നിൽക്കുന്നവനെ ശ്രദ്ധിച്ചത്. ഒറ്റയ്ക്ക് അല്ല അമ്മേ, ശ്രീയേട്ടൻ കൂടിയുണ്ട്. എനിക്ക് അവിടെ നിന്നാൽ സമാധാനം കിട്ടില്ല. ഒറ്റയ്ക്ക് വരാൻ നിന്നപ്പോൾ ശ്രീയേട്ടൻ സമ്മതിച്ചില്ല, കൂടെ വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട് ശ്രീയേട്ടനെ പറ്റി? എനിക്കന്ന് ചായ വാങ്ങിത്തന്ന. അവൾ പറഞ്ഞതും അമ്മ മനസ്സിലായെന്ന പോലെ ശ്രീയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മോന് ബുദ്ധിമുട്ടായി അല്ലേ? അമ്മ അവനോട് ചോദിച്ചു. ഏയ് ഇല്ലമ്മേ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? പിന്നെ രാത്രിയല്ലേ, ഇവളെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാകില്ല. അതാ കൂടെ പോന്നത്. അവൻ പറഞ്ഞതും അമ്മ അവനെ നന്ദിയോടെ ഒന്ന് നോക്കി. അച്ഛന് പേടിക്കാനൊന്നുമില്ലല്ലോ? എന്നെക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലേൽ പിന്നെ ഞാൻ ഇറങ്ങിയാലോ? അവൻ പറഞ്ഞു. അവൻ ഇപ്പോൾ തന്നെ ഈ ക്ഷീണവും വെച്ച് തിരികെ പോവാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ അവൾക്കാകെ വല്ലായ്മ തോന്നി. അച്ഛന് കുഴപ്പമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും. എന്തായാലും ഇനിയിപ്പോ രാത്രിയായില്ലേ, ഇന്ന് തിരിച്ചു പോകേണ്ട. ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പോ തന്നെ തിരിച്ചു പോകാന്ന് വെച്ചാ ക്ഷീണം കാണില്ലേ കുട്ടിയെ? അമ്മ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. അതെ ശ്രീയേട്ടാ, അമ്മ പറഞ്ഞതാ ശരി. എനിക്ക് വേണ്ടിയല്ലേ ഇവിടം വരെ വന്നത്? എന്നിട്ട് ക്ഷീണവും വെച്ച് ഇപ്പോൾ തന്നെ പോയാലോ? ഇത് ആദ്യമേ അറിഞ്ഞിരുന്നേൽ ഞാൻ എന്റെ കൂടെ വരാൻ സമ്മതിക്കില്ലായിരുന്നു. അവളും അത് തന്നെ പറഞ്ഞതും അവൻ അന്ന് തിരിച്ചു പോരുന്നില്ലെന്ന് തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞതും അച്ഛനെ റൂമിലേക്ക് മാറ്റി. അവൾ അച്ഛനരികിൽ ചെന്ന് അച്ഛന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെ കരയാൻ മാത്രം അച്ഛനൊന്നുമില്ല പാറു. അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു. അല്ല, മോളെപ്പോഴാ വന്നേ? ഒറ്റയ്ക്കാ വന്നേ? അച്ഛൻ ആദിയോടെ ചോദിച്ചു. ഏയ് അല്ല, ഇവളുടെ ഒരു കൂട്ടുകാരൻ കൂടി വന്നിട്ടുണ്ട്. ഇവള് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവളെ ഒറ്റയ്ക്ക് വിടാൻ പേടിയായിട്ട് വന്നതാ. പുറത്തിരിപ്പുണ്ട്, അമ്മ പറഞ്ഞു. ആണോ? എന്നിട്ടെന്താ പുറത്തിരുത്തിയത്? ആ മോനെ കൂടി ഇങ്ങോട്ട് വിളിക്ക്. മോളെ പോയി വിളിച്ചിട്ട് വാ. അച്ഛൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അന്ന് ഫോൺ വിളിച്ചപ്പോൾ അവള് പറഞ്ഞില്ലേ ചായ വാങ്ങിക്കൊടുത്ത ഒരു ഫ്രണ്ടിനെ പറ്റി? ആ മോനാ അത്. നല്ലൊരു മോൻ. ഇല്ലെങ്കിൽ ഈ രാത്രി പെട്ടെന്ന് ഇവിടം വരെ വരുവോ? അവൾ അങ്ങ് പുറത്തേക്ക് പോയതും അമ്മ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അതിനൊന്ന് മൂളി. അവൾ വരാന്തയിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടു വരാന്തയുടെ ഏറ്റവും അറ്റത്തായി നിൽക്കുന്നവനെ. അവൾ ഒരു നേർത്ത ചിരിയോടെ അവൻ അരികിലേക്ക് നടന്നു. അവൾ പിറകിൽ വന്നു നിന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല ആ സമയം. ശ്രീയേട്ടാ വിളിച്ചുകൊണ്ട് അവൾ അവന്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. അവളും അറിഞ്ഞിരുന്നു അവൻ ഞെട്ടിയത്. ഞാനാ ശ്രീയേട്ടാ, അവൾ പറഞ്ഞപ്പോഴാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരിക്കുന്നു. എന്താ ശ്രീയേട്ടാ, എന്താ പറ്റിയത്? അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾക്ക് ആദിയായി. അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല പാറു, നീ എന്താ വന്നേ? എന്തേലും അത്യാവശ്യമുണ്ടോ? അവൻ ചോദിച്ചു.
ശ്രീയേട്ടൻ എന്തിനാ കരഞ്ഞത്? അവൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ അവൾ അതാണ് തിരിച്ചു ചോദിച്ചത്. ഇല്ലല്ലോ, അത് കണ്ണിൽ പൊടി പോയതാ. അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് രണ്ടു കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. എന്താടി? അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ശ്രീയേട്ടൻ കള്ളം പറയാ. എന്തിനാ കരഞ്ഞേ? എന്നോട് പറയാൻ പറ്റില്ലെന്നുണ്ടോ? അതോ ഞാൻ ഏട്ടന്റെ ആരുമല്ലെന്നാണോ? അവൾ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്തത് എന്തേലും ഉണ്ടോ? പിന്നെ എനിക്കെന്തേലും സങ്കടമുണ്ടേൽ നിന്നോടല്ലാതെ ഞാൻ ആരോടാ പറയാ? എനിക്ക് നീയല്ലേ ഉള്ളൂ, നീയല്ലേ എന്റെ എല്ലാം. അവൻ അത് പറഞ്ഞതും അവളുടെ മുഖം അല്പമൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. എങ്കിലും കാര്യം എന്താണെന്ന് അറിയാത്തതിലുള്ളൊരു ആദി അവളിലുണ്ട്. എന്നാ പറഞ്ഞു, എന്തിനാ കരഞ്ഞേന്ന്? അവൾ വീണ്ടും ചോദിച്ചു. കാര്യം അറിയാതെ അവൾ വിടില്ലെന്ന് അവന് തോന്നി. അവളോട് പറയാൻ ഇരുന്നിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് അവന് തോന്നി. അവനൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തുകൊണ്ട് അവളെ നോക്കി. പറയാം, ഇപ്പോ അല്ല, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വീട്ടിലെത്തട്ടെ, എന്നിട്ട് പറയാം. അല്ല, ഇപ്പൊ നീ എന്തിനാ വന്നു വിളിച്ചേ? എന്തേലും ആവശ്യമുണ്ടോ? അവൻ അവളോട് പറഞ്ഞുകൊണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അച്ഛൻ വിളിക്കുന്നു, ശ്രീയേട്ടനെ കാണണമെന്ന്. അവൾ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി. നീ എന്തേലും അച്ഛനോട് പറഞ്ഞോ? അവൻ ചോദിച്ചു. ഞാൻ എന്ത് പറയാൻ? അല്ല, നമ്മുടെ കാര്യം. അതു കേട്ട് അവളൊന്ന് ചിരിച്ചു. എന്റെ ശ്രീയേട്ട, ഈ സമയം ഞാനിത് പറയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിലേ അച്ഛന് നെഞ്ചുവേദനയാണ്. അതിനിടയിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഇത് അതൊന്നുമല്ല. അമ്മ പറഞ്ഞു ശ്രീയേട്ടനാണ് എന്റെ കൂടെ വന്നതെന്ന്. അതാ. അവൾ പറഞ്ഞതും അവൻ അവളെയൊന്ന് ചിരിയോടെ നോക്കി. എന്നാൽ വാ, അച്ഛനെ കാണാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മുൻപോട്ട് നടന്നു. അവൾ അവൻ പിടിച്ച തന്റെ കൈയിലേക്കൊന്ന് നോക്കി. അവളുടെ ആ നോട്ടം കണ്ട് അവനൊന്ന് വെറുതെ ചിരിച്ചെന്നല്ലാതെ അവളുടെ കൈയിലെ പിടിവിട്ടില്ല. അവൾക്കും ആ കൈച്ചൂടിൽ നിന്നും കൈയെടുത്തു മാറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വാതിലിന് മുൻപിൽ എത്തിയതും അവനൊന്ന് നിന്നു. ഇനി തൽക്കാലത്തേക്ക് ഞാൻ ഈ കൈയിലെ പിടിയൊന്ന് മാറ്റാണ്, പിന്നെ ചേർത്ത് പിടിച്ചോളാം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയിലെ പിടിവിട്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മയും അച്ഛനും അങ്ങോട്ട് നോക്കി. അവൾക്ക് പിറകെ വരുന്ന ശ്രീയുടെ നേർക്കായിരുന്നു അച്ഛന്റെ നോട്ടം ചെന്നത്. ഇരുനിറമാണ്, അത്യാവശ്യത്തിന് നീളവും തടിയുമൊക്കെയായി നല്ലൊരു മോൻ. അവൻ വേഗം അച്ഛന് അരികിലേക്ക് ചെന്നു. ഇപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ? അവൻ ചോദിച്ചു. അവന്റെ ചോദ്യത്തിൽ ഒരു ആദി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അച്ഛന് തോന്നി. അച്ഛൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഇല്ല, ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. മോന് ബുദ്ധിമുട്ടായോ ഇവിടം വരെ വന്നത്? അച്ഛൻ ചോദിച്ചു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട് അച്ഛാ? രാത്രിയാവില്ലേ ഇവിടെ എത്തുമ്പോൾ? ഇവളെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാലാണ് ബുദ്ധിമുട്ടാവുക. അവൻ പറഞ്ഞതും അച്ഛനൊന്ന് തലയാട്ടി. അമ്മ പറഞ്ഞതുപോലെ തന്നെ അവന് തന്റെ മോളോട് വല്ലാത്തൊരു കരുതലുണ്ടെന്ന് അയാൾക്ക് തോന്നി. മോൻ ഇവിടെ വന്നിരിക്കി. മോന്റെ പേരെന്താ? അച്ഛൻ തന്റെ അരികിലെ കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശ്രീരാഗ്, എല്ലാവരും ശ്രീയെന്ന് വിളിക്കും, അവൻ പറഞ്ഞു. അവൾ അവനെ ശ്രീയേട്ട എന്നാണ് വിളിക്കുന്നതെന്ന് അമ്മയോർത്തു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോന്നത്? അച്ഛൻ വീണ്ടും ചോദിച്ചു. അമ്മയും അച്ഛനും. ഇവളെപ്പോലെ തന്നെ ഞാനും ഒറ്റ മോനാ. അവരോട് പറഞ്ഞിട്ടാണ് പോന്നത്. എവിടെ പോകുമ്പോഴും അവരോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. പക്ഷേ അവരിപ്പോൾ വീട്ടിലില്ല, അവൻ പറഞ്ഞു. എല്ലാവരും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് നിൽക്കുന്നത്. അവരെവിടെ പോയി? അച്ഛൻ ചോദിച്ചു. എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് എന്തൊക്കെയോ മനപ്രയാസം ഉള്ളതുപോലെ. അതാണ് അച്ഛൻ ചോദിച്ചത്. അത് അവരിപ്പോൾ ഇല്ല. 4 കൊല്ലം മുൻപ് അച്ഛനും ഇതേപോലെ ഒരു നെഞ്ചുവേദന വന്നതാ. പക്ഷേ എത്ര നോക്കിയിട്ടും തിരിച്ചു പിടിക്കാനായില്ല. 2 കൊല്ലം മുൻപ് ഒരു ആക്സിഡന്റിൽ അമ്മയും. ഇപ്പോ ആരുമില്ല, ഞാൻ മാത്രമേയുള്ളൂ. പക്ഷേ ഞാൻ എവിടെ പോകുമ്പോഴും അവരോട് പറഞ്ഞിട്ടേ പോകൂ. എന്തുണ്ടേലും ആദ്യം അവരോടേ പറയൂ. എപ്പോഴും അവര് കൂടെയുണ്ടെന്നൊരു ധൈര്യ.
അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് ഞാനങ്ങ് മറക്കും. ആദ്യം പറയുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മറയ്ക്കാൻ എന്ന വണ്ണം അവനൊരു നേർത്ത ചിരിയോടെയാണ് അവസാനത്തെ വാചകം പറഞ്ഞത്. എല്ലാവരും ആകെ എന്തോ പോലെയായി. ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് പോലും അച്ഛന് തോന്നിപ്പോയി. അവളും ആകെ വല്ലാത്തൊരു ഞെട്ടലിൽ ഇരിക്കുകയാണ്. ഇതുവരെ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊരു സൂചന പോലും അവൻ കൊടുത്തിരുന്നില്ല. എത്രമാത്രം വേദനയും സങ്കടവും ഒറ്റപ്പെടലും ഉള്ളിലൊതുക്കിയായിരിക്കും അവൻ ഇത്രയും കാലം നടന്നിട്ടുണ്ടാവുക. അവൾ ഓർത്തു. ഓർക്കുമ്പോൾ അവൾക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നിപ്പോയി. ഇനിയൊരിക്കലും ഒറ്റപ്പെടാതെ അവനെ ചേർത്തു പിടിക്കണമെന്ന് തോന്നിപ്പോയി. ഇന്ന് അച്ഛന് വയ്യാതെയായെന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ അച്ഛനെ തന്നെയാ ഓർമ്മ വന്നത്. അതാ ഞാനും അവൾക്കൊപ്പം വന്നത്. എന്തായാലും പേടിക്കാനൊന്നുമില്ലല്ലോ, സമാധാനം, അവൻ വീണ്ടും പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് അവൻ കുറച്ചു മുൻപ് കരഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായത്. അവൾക്ക് അവനോട് പാവം തോന്നി. സാരല്ല, സങ്കടപ്പെടാതെ. മക്കളെന്തേലും കുടിച്ചിരുന്നോ? അച്ഛൻ വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു. ശ്രീയേട്ടൻ ഭക്ഷണം വാങ്ങി തന്നിട്ടാ ഇങ്ങോട്ട് കൊണ്ടുപോന്നേ. അമ്മയെ വിളിച്ചപ്പോൾ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ കഴിച്ചത്. അല്ല, എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാ. അവളൊരു വെല്ലായ്മയോടെ പറഞ്ഞതും അച്ഛനും അമ്മയും ഒന്ന് ചിരിച്ചു. അച്ഛന് ചെറുതായി കഞ്ഞി കൊടുക്കാം. അച്ഛനും അമ്മയ്ക്കും വേണ്ട ഭക്ഷണം അവനാണ് റൂമിലേക്ക് വാങ്ങിക്കൊണ്ടു വന്നത്. അവൻ കൂടെയുള്ളത് അവർക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. രാത്രി വരാന്തയിൽ ഇരുന്നോളാം എന്നവൻ ഒത്തിരി പറഞ്ഞെങ്കിലും അമ്മയും അച്ഛനും അതിന് സമ്മതിച്ചില്ല. ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ അവനെ കിടത്തി. അമ്മയും അവളും താഴെ വിരിവിരിച്ച് കിടക്കുകയും ചെയ്തു. എന്താ ശ്രീയേട്ട, എന്നോടിതൊന്നും പറയാതിരുന്നേ? പിറ്റേന്ന് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് അവൻ. അപ്പോഴാണ് അവൾ അവനോടത് ചോദിച്ചത്. അപ്പോഴേ അവൾക്ക് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുള്ളൂ. പറയാനിരുന്നതാ ഞാൻ. അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? പിന്നെ ആദ്യമേ പറയാതിരുന്നത് എൻ്റെ സങ്കടവും വേദനയും ഒന്നും ആരോടും പറഞ്ഞു നടക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. പിന്നെ എന്തോ നീ എൻ്റെ ആരൊക്കെയോ ആണെന്ന് തോന്നിയതുകൊണ്ടാ പറയാമെന്ന് വെച്ചത്. അപ്പോഴേക്കും അത് ഇങ്ങനെയുമായി. അവൻ പറഞ്ഞതും അവൾ അവനെയൊന്ന് നോക്കി. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ പാറു? ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. എന്തിന്? അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. അല്ല, എനിക്ക് ആരുമില്ലല്ലോ. എല്ലാവരും ഉള്ളൊരു കുടുംബത്തിലേക്ക് കയറി വരാനായിരിക്കില്ലേ നീയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അവൻ പതിയെ പറഞ്ഞു. ശ്രീയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയും അച്ഛനും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന്? അതുകൊണ്ട് അവരുടെ വീട്ടുകാർ ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന്? എനിക്ക് 22 വയസ്സായി. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും മറക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ എൻ്റെ അമ്മയും അച്ഛനും ചെയ്തിട്ടുള്ളത്? പരസ്പരം സ്നേഹിച്ചതോ? സ്നേഹിച്ചിട്ടും ചതിക്കാതെ ഒരുമിച്ച് ജീവിച്ചതോ? അറിയില്ല. എന്താണെങ്കിലും ആരുമില്ലാതെയാ ഞങ്ങൾ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ മതി. പിന്നെ ശ്രീയേട്ടനെയല്ലേ ഞാൻ സ്നേഹിച്ചത്? ശ്രീയേട്ടനെയല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അതിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ശ്രീയേട്ടൻ മതി. അവൾ പറഞ്ഞതും അവനൊരു നേർത്ത ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോയിട്ട് നാളെ വരാം. തൽക്കാലം ഇത് കയ്യിൽ വെച്ചോ. അവൻ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഏയ്, ഇതൊന്നും വേണ്ട ശ്രീയേട്ട. അത്യാവശ്യത്തിന് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അമ്മയുടെ കയ്യിലുമുണ്ട്. അവൾ കൈ പിറകിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കയ്യിൽ എന്താ ഉള്ളതെന്നൊക്കെ എനിക്ക് അറിയില്ലേ? പിന്നെ എനിക്ക് തരാനും ഇപ്പോൾ നീയല്ലേ ഉള്ളൂ. ഇത് വാങ്ങിയില്ലേ ഞാൻ കരുതും ഞാനിപ്പോഴും നിനക്ക് അന്യനാണെന്ന്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ആ നോട്ടുകൾ പിടിപ്പിച്ചു. നാളെ വരാൻ ഏട്ടന് ബുദ്ധിമുട്ടാവില്ലേ? അവൾ അവനെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. നിന്റെ അമ്മയും അച്ഛനും ഇനി എൻ്റേതും കൂടിയല്ലേ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് നാളെ വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ബസ് കയറിയിട്ട് വിളിക്കണേ, അവിടെ എത്തിയിട്ടും വിളിക്കണേ. അവൾ ഓർമ്മിപ്പിച്ചതും അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു.
അവൻ പോകുന്നത് നോക്കി നിൽക്കെ അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. അവൻ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ തന്നിട്ട് പോയ ആ നോട്ടുകളിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീയേട്ടൻ തന്നിട്ട് പോയതാ അമ്മേ. അവൾ ആ പണം ബാഗിലേക്ക് വെക്കുന്നത് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾ പറഞ്ഞു. എന്തിനാ മോളെ ഇത് വാങ്ങിയത്? അറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല, അമ്മ പറഞ്ഞു. ഞാൻ ഒത്തിരി പറഞ്ഞതാ അമ്മേ, പക്ഷേ സമ്മതിച്ചില്ല. നാളെ നമ്മൾ പോകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. പക്ഷേ ശ്രീയേട്ടന് അത് വിഷമമാകും അമ്മേ, അവൾ പറഞ്ഞു. മോളെ ഇങ്ങു വാ, അച്ഛൻ ചോദിക്കട്ടെ. അവളെ തന്നെ നോക്കി നിന്ന അച്ഛൻ അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ അച്ഛന് അരികിൽ ചെന്നിരുന്നു. അച്ഛൻ അവളുടെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവളെ തന്നെ ഒന്ന് നോക്കി. എന്താ അച്ഛാ? അവൾ ചോദിച്ചു. അത് മോൾക്ക് അവനെ ഇഷ്ടാണോ? അച്ഛൻ മുഖവുരയൊന്നും ഇല്ലാതെ തന്നെ അവളോട് ചോദിച്ചു. അവൾ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അച്ഛനെയും അമ്മയെയും ഒന്ന് മാറി മാറി നോക്കി. നിങ്ങൾ ഇഷ്ടത്തിലാണോ? അവൾ ഒന്നും പറയുന്നില്ലെന്ന് കണ്ട് അച്ഛൻ വീണ്ടും ചോദിച്ചു. അത് ഇഷ്ടാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം. ദേഷ്യപ്പെടല്ലേ അച്ഛാ, അച്ഛൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശ്രീയേട്ടൻ ഒരു പാവാണ്, എന്നെ വലിയ കാര്യ. അങ്ങനെ എനിക്ക് എപ്പോഴോ. അവൾ പറഞ്ഞുകൊണ്ട് അച്ഛനെ ചുറ്റിപ്പിടിച്ചു. അച്ഛൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുടിയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മയുടെ മുഖത്തും സന്തോഷം തന്നെയാണ്. അവന്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ അവനോട് ചോദിക്കട്ടെ, എന്റെ മോളെ നിനക്ക് തന്നേക്കട്ടെ എന്ന്. അച്ഛൻ അവളോട് ചോദിച്ചതും അവൾ ഒരു ഞെട്ടലോടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ഞാനും നിന്റെ അമ്മയും സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? ഇപ്പോഴും സ്നേഹിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകും. ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് നിങ്ങളെ മനസ്സിലാകുന്നത്? അച്ഛൻ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ അച്ഛനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. പിന്നെ ചെന്ന് അമ്മയെയും. വീട്ടിൽ വന്നതിനു ശേഷം അച്ഛൻ ശ്രീയോട് സംസാരിക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്യാൻ ആകുമ്പോഴേക്കും ശ്രീ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് വന്നത്. എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ ഉണ്ടായിരുന്നതും ശ്രീ തന്നെയാണ്. അത് അവർക്കും വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങളെക്കുറിച്ച് എല്ലാം ഇവള് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് രണ്ടു വീട്ടുകാരും കൂടെയില്ല. അവരിപ്പോഴും വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞങ്ങള് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇവളേ ഉള്ളൂ. ഇവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. എന്നുവെച്ച് ഇവള് ആരെ കണ്ടുവച്ചാലും അത് നടത്തിക്കൊടുക്കും എന്നല്ല കേട്ടോ. അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ അത് നടത്തിക്കൊടുക്കും. ശ്രീ അച്ഛനെ തന്നെ ഒന്ന് നോക്കി. നിന്നെ ഇവൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന് ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകും. നിന്നെപ്പോലെ ഒരു കൂട്ട് എൻ്റെ മകൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാ അത് ഇവളുടെ ഭാഗ്യമായിരിക്കും. ഇവളുടെ മാത്രമല്ല, ഞങ്ങളുടെയും. പിന്നെ ഞങ്ങളുടെ മോളും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അവൾക്ക് സ്നേഹിക്കാനേ അറിയൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടാണെങ്കിൽ നമുക്ക് അതങ്ങ് നടത്താമല്ലേ? അച്ഛൻ ശ്രീയോട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ നേർക്ക് നോക്കി. അല്ലേ ഉമ്മേ, അങ്ങനെയല്ലേ? അച്ഛൻ അമ്മയോട് ചോദിച്ചു. അമ്മ അതേ എന്ന് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തലയാട്ടി. അച്ഛന് എന്തിനും അമ്മയുടെ അഭിപ്രായം അറിയണം. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അത് അമ്മയ്ക്ക് കൊടുക്കുന്നൊരു ബഹുമാനം കൂടിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അവൾ ഫോൺ വിളിച്ചപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞത് അവനോടും പറഞ്ഞിരുന്നു. അന്ന് അവന് ഞെട്ടലും സന്തോഷവും ഒരുപോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞെട്ടലില്ല, എന്നാൽ നിറഞ്ഞ സന്തോഷമുണ്ട് താനും. അവൻ എഴുന്നേറ്റ് അച്ഛനരികിൽ ചെന്നു. പിന്നെ ആ രണ്ടു കൈയും തന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്നും പറയണ്ട, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഒരു കൂട്ട് മാത്രമല്ല നിനക്ക് കിട്ടുന്നത്, ഒരു അച്ഛനെയും അമ്മയെയും കൂടിയാണ്. ഇനി ഒറ്റയ്ക്ക് ആണെന്ന് കരുതരുത്. ഞങ്ങളും ഇനി നിന്റെ സ്വന്തം തന്നെയാ. അച്ഛൻ അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അമ്മയുടെയും അവളുടെയും കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ആ സമയം. അവൾ അവനെയും നോക്കി ചെല്ലുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന വയലേലകളിലേക്ക് നോക്കി ഉമ്മറത്തിരിക്കുകയായിരുന്നു ശ്രീ. ശ്രീയേട്ടാ, അവൾ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. നിന്റെ വാട്സപ്പ് DP കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് നിന്റെ കൈയും പിടിച്ച് ഈ വയലിലൂടെ ഒന്ന് നടക്കണമെന്ന്. പക്ഷേ അത് ഇത്ര വേഗം നടക്കുമെന്ന് കരുതിയില്ല. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. പാറു, നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ തലയാട്ടി. ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അമ്മയോട് പറഞ്ഞ് അപ്പോൾ തന്നെ അവൾ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും അവൻ മുറ്റത്തിറങ്ങി ചെരുപ്പിട്ട് നിൽക്കുന്നുണ്ട്. പോകാം പറഞ്ഞുകൊണ്ട് അവൾ മുറ്റത്തിറങ്ങി ചെരുപ്പിട്ടു. അവനൊന്ന് തലയാട്ടി. പിന്നെ പതിയെ അവൻ അവന്റെ വലം കൈയാൽ അവളുടെ ഇടം കൈയിൽ പിടിച്ചു. അവൾ അവനെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി പതിയെ അവളുടെ ചുണ്ടിലേക്കും പടർന്നിരുന്നു. അവരങ്ങനെ കൈയും പിടിച്ച് ആ പാടത്തിന് നടുവിലൂടെ നടന്നു പോകുന്നത് അമ്മയും അച്ഛനും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി നിന്നു. മരുമകനെയല്ല, മകനെ തന്നെയാണ് തങ്ങൾക്ക് കിട്ടിയത് എന്ന സന്തോഷം അവർക്കുള്ളിൽ തോന്നുമ്പോൾ സ്നേഹിച്ച പെണ്ണിനോടൊപ്പം സ്നേഹമുള്ളൊരു അച്ഛനെയും അമ്മയെയും കൂടി കിട്ടിയൊരു സന്തോഷമായിരുന്നു അവന്റെ ഉള്ളിൽ.